ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഊർധ്വമൂലോ അവാക്ഷാക ഏഷോശ്വത്ഥ സനാതന തദേവ ശുക്രം തദ് ബ്രഹ്മ തദേവാമൃതമുച്യത്തെ തസ്മിൻ ലോകാശ്രിതാ സർവേ തതു നാത്യേതി കശ്ചന ഏതത് വൈതത്. ഈ സംസാരത്തെ, അതായത് മനുഷ്യരെ സംബന്ധിക്കുന്ന എല്ലാം, അതിൽ സുഖവും ദുഃഖവും നരകവും സ്വർഗവും എന്ന് പറയേണ്ട സകലതിനെയും ഒരു വൃക്ഷമായിട്ട്, ആദിവൃക്ഷമായിട്ടുള്ള ഒരു കൽപ്പനയാണ്. ഈ കൽപ്പം എന്നുള്ളത് തന്നെ വേദത്തിന്റെ ഒരു രീതിയാണ്. ഇതിങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന നമുക്ക് ഉദാഹരണങ്ങൾ, ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ എന്നൊക്കെ ഇന്ന് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണല്ലോ. അപ്പൊ ഭഗവത്ഗീത 15-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അവിടെ കുറച്ചുകൂടെ വിസ്തരിച്ച് കാര്യം പറയുന്നു. ഇവിടെ അതിനെ സംഗ്രഹിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. 15-ാം അധ്യായം ഊർധ്വമൂലമധശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്. 15-ാം അധ്യായത്തിന്റെ ആരംഭം തന്നെ അതാണ്. അധശ്ചോർദ്ധം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ നരൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ചാതിർ നച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. അതായത് ഊർധ്വമൂലം അധശാഖം, വേര് മുകളിലേക്ക്, കൊമ്പുകൾ, ശാഖകൾ താഴേക്ക്. ഇതാണ് നമ്മൾ ഈ പേരാലുണ്ടല്ലോ, ഈ കൊമ്പിൽ നിന്ന് വേര് താഴേക്ക് വന്ന് പിന്നെ അതങ്ങനെ ഉറപ്പിക്കും. അപ്പൊ ഇത് മുകളിൽ നിന്ന് വേര് താഴേക്ക് വന്ന് ഭൂമിയിൽ തട്ടിക്കഴിഞ്ഞാൽ അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇങ്ങനെ ഇതിന് ഏക്കർ കണക്കിന് വളരാൻ സാധിക്കും, പടർന്നു പന്തലിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ അരവിന്ദോ ആശ്രമത്തിൽ പോയാൽ, പോണ്ടിച്ചേരിയിൽ പോയാൽ കാണാം. അത്ര വലുതല്ലെങ്കിലും എന്നാലും അവരതിനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരാൻ. അതുപോലെ ഈ ബൗദ്ധഗയയിൽ പോയി കഴിഞ്ഞാൽ കാണാം, അത് പിന്നെ എത്രയോ ഏക്കർ കണക്കിനുണ്ട് അവിടെ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോ ഇത് മുകളിൽ നിന്ന് താഴേക്ക് വന്നതാണോ, താഴെ നിന്ന് മുകളിലേക്ക് പോയതാണോ എന്ന് നമുക്കിപ്പോൾ കാണാം. മറ്റു പലതും ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് നമുക്ക് അറിയാം ഇത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതാണ്. അല്ലാതെ അതൊക്കെ എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇത് അടിയിൽ നിന്ന് മുകളിൽ പോയോ അതോ മുകളിൽ നിന്ന് താഴേക്ക് വന്നാണോ എന്ന് മനസ്സിലാവില്ല. അപ്പൊ ഇതിനെയാണ് ഒരു പലപ്പോഴും ഇതാണ് എന്ന് ഭഗവാൻ അല്ലെങ്കിൽ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്, ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും. പക്ഷെ ഗീതയിൽ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാല് ന രൂപമസ്യേഹ തതോപലഭ്യതേ. ഇതിൻ്റെ ഇങ്ങനെയൊന്നും, ഈ ഒരു രൂപം, ഇത്തരത്തിൽ തലകീഴായിട്ട് ശീർഷാസനത്തിൽ ഇരിക്കുന്ന ഒരു ആൽവൃക്ഷത്തെ അർജുന നീ എവിടെയെങ്കിലും അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിനെ കാണാൻ പറ്റില്ല. അതങ്ങനെ സ്ഥിതി ചെയ്യുന്നില്ല. ഇതിന്റെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസന്തതാൻ. അതായത് എന്താണ് ഗുണങ്ങള്, സത്വം, രജസ്, തമസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ, തളിരുകൾ. ഈ തളിരുകളാണ് വലുതായി കൊമ്പായി കർമാനുബന്ധീനി മനുഷ്യലോകെ, കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ട് ഈ വേരിങ്ങനെ പിണഞ്ഞു കിടക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നത്. ഈ ഇടിയപ്പം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നൂൽപുട്ട് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് നമ്മുടെ ജീവിതം. അങ്ങനെ കെട്ട് പണഞ്ഞു കിടക്കുക. ഇത് എങ്ങനെ ഓരോന്നും അഴിച്ചെടുക്കണം എന്നുള്ളത് പലപ്പോഴും നമുക്ക് നമ്മൾ വിചാരിക്കും ഇതൊക്കെ എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതിനെ ഛേദിക്കാനുള്ള ഒരു പണിയുണ്ട്. അതെന്താണെന്നറിയോ? അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ.
ഈ അശ്വത്ഥമേനം സുവിരൂഢമൂലം, ഇത് രൂഢമൂലമായിട്ടുള്ള ഈ അശ്വത്ഥ വൃക്ഷത്തെ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, അതിനെ ഛേദിക്കണം എന്ന് പറയാം. അങ്ങനെ ഛേദിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് വൃക്ഷം എന്നുള്ള പേര് തന്നെ വരുന്നത്, പേര് വന്നത്. അപ്പൊ ഇവിടെയും അസംഗമാകുന്ന ശസ്ത്രം, ഒട്ടലില്ലായ്മ കൊണ്ട് വേണം ഇതിനെ, ഈ വലിയ വൃക്ഷത്തെ മുറിച്ച് താഴെയിടാൻ. ഏഷ ഊർധ്വമൂല അവാക്ശാക സനാതന അശ്വത്ഥ തദേവ ശുക്രം. അപ്പോ അതാണ് ഈ സംസാര വൃക്ഷത്തിന്റെ മൂലം. അത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് ഈ ബോധം, ബ്രഹ്മം, ആത്മാ. തദേവ ബ്രഹ്മ, അത് തന്നെയാണ് ബ്രഹ്മം. ഇതിന് കാരണമായിട്ടുള്ളത് ബ്രഹ്മമാണ്. അത് തദേവ അമൃതം ഉച്യതേ, അതിനെയാണ് മരണമില്ലാത്തത് എന്ന് വിളിക്കുന്നത്. തസ്മിൻ സർവേ ലോകാശ്രിത, അതിൽ സർവലോകവും ആശ്രിതമാണ്. കശ്ചന തത് ന അത്യേതി, ഒരാളും അതിനെ അതിക്രമിക്കുന്നില്ല. അപ്പൊ ഒരു വൃക്ഷത്തെ എങ്ങനെയാണോ മറ്റു പലതും ആശ്രയിച്ച് നിലകൊള്ളുന്നത്, അതുപോലെ ശ്രീമദ് ഭാഗവതത്തില് ഈ വൃക്ഷത്തെ വേറൊരു വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലയോ ഭഗവാനെ, അങ്ങൊരു ആദിവൃക്ഷമാകുന്നു എന്ന് പറയുന്നുണ്ട്. പറയാം. അത് ഭാഗവതത്തില് ഈ ദശമസ്കന്ധത്തിലാണ്, പൂർവാർദ്ധത്തില് 2-ാം അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകത്തിൽ വരും. ഏകായനോ അസൗ ദ്വിഫല ത്രിമൂല ചരൂരസ പഞ്ചവിധ ഷടാത്മാ സപ്തത്വക അഷ്ടവിടപോ നവാക്ഷോ ദശച്ഛതി ബിഗോ ഹി ആദിവൃക്ഷ. ഈ ആദിവൃക്ഷത്തെ കുറിച്ച്, അപ്പൊ ഈ വൃക്ഷസങ്കല്പത്തിൽ ഇതിനെ അവതരിപ്പിക്കുന്നത് അവിടെ ഏകായനോ, ഒറ്റ ആശ്രയമാണ്. അതെന്താണ്? ബ്രഹ്മാശ്രയമാണ്. ദ്വിഫല, 2 ഫലങ്ങളാണ്. എന്താണ്? സുഖം, ദുഃഖം, രാഗം, ദ്വേഷം, ഇങ്ങനെ വിപരീതങ്ങളാണ് അതിൻ്റെ ഫലം. ത്രിമൂല, 3 വേരുകളാണ്, സത്വം, രജസ്, തമസ്. ഇങ്ങനെ ഇതിനെ വിവരിച്ചിരിക്കുന്നു ഭാഗവതത്തിൽ. അങ്ങനെയുള്ള അതിൽ 2 കിളികളും അവിടെ, അത് മനോഹരമാണ്. 2 കിളികളുണ്ട്, ദ്വിഖ, 2 കിളികൾ. ഏതൊക്കെയാണത്? ഒന്ന് ജീവാത്മാവും മറ്റൊന്ന് പരമാത്മാവും. ഈ വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള്, അതിനെയൊക്കെ സാക്ഷിയായിട്ട് പിറകിലിരുന്ന് നിരീക്ഷിക്കുന്ന ഒരാള്. അപ്പൊ ഇത് ഈ ഉപനിഷത്തിൽ നിന്നാണ് ഇത്, ഈ ആശയം ആവിർഭവിക്കുന്നത്. അതിന് ശ്രീമദ് ഭാഗവതം ഉപയോഗിക്കുന്നു, ഭഗവത്ഗീത ഉപയോഗിക്കുന്നു, അതുപോലെ പലയിടങ്ങളിലും. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇത് പിടികിട്ടിയാൽ മാത്രമേ നമുക്ക് രാമായണം പിടികിട്ടുള്ളൂ. അതിലെ ഒരു കിളിയെ അമ്പ് ചെയ്തു വേടൻ എന്ന് പറയുന്നത് ഈ കിളിയാണ്. ഏത് കിളിയാണ്? അപ്പോ അത് ഏത് കിളിയാണ് അമ്പ് ചെയ്തത്? അപ്പൊ ഇത് ഒരു വേടൻ ഒരു കിളിയെ അമ്പ് ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ധർമ്മപ്രശ്നം ഉണ്ടാവുന്നു. അതിലൂടെ ഈ തത്വം അനാവരണം ചെയ്യപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിധത്തിൽ അത് മനസ്സിലാക്കാതെ പോകുമ്പോൾ അപ്പോഴാണ് ഈ രാമൻ അമ്പലം ഉണ്ടാക്കാനും അതിനും ഇതിനൊക്കെ ബഹളം ഉണ്ടാക്കി നടക്കുന്നത്. രാമന് ക്ഷേത്രം നിർമ്മിക്കേണ്ടത് രാമായണത്തിൽ ഹനുമാൻ പറഞ്ഞതുപോലെയാ. ഹനുമാൻ ആ ഹൃദയം തുറന്നു കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞതാ, ഇവിടെയാണ് സീതയും രാമനും ഉള്ളതെന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് കവി പാടിയിട്ടുള്ളത്, പ്രേമ സേ ആവോ പ്രഭുജി, പ്രേമ സേ ആവോ പ്രഭുജി, ഹൃദയ മന്ദിർ മേ സദാ രഹോ, ഹൃദയ മന്ദിർ മേ സദാ രഹോ,
പ്രേമ സേയാവോ പ്രഭുജി. എന്ത് രസമുള്ള കീർത്തനമാണെന്നറിയോ? ശ്രവണമയാവോ നാരായണ. ഇങ്ങനെ ശ്രവണത്തിൽ വരൂ, നയനത്തിൽ വരൂ, ഹൃദയത്തിൽ വന്ന് വസിക്കൂ. ഓരോരുത്തരോടും പറയാ. അപ്പൊ ഹൃദയമന്ദിരമേ സദാരഹോ, അങ്ങ് എൻ്റെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ, ഞാൻ അങ്ങേക്ക് മന്ദിരം തീർത്തത് എൻ്റെ ഹൃദയത്തിലാണ്. അവിടെ വന്ന് എപ്പോഴും ഇരിക്കൂ. ഇരിക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, ഹൃദ്ദേശേ തിഷ്ഠതി അർജുന. ഞാൻ നിന്റേതല്ല സകലതിൻ്റെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃത്തായിട്ട്, കേന്ദ്രമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരാളും അതിനെ അതിനെ അതിവർത്തിക്കുന്നില്ല, അതിക്രമിക്കുന്നില്ല. തുടർന്ന് വളരെ വളരെ നല്ല മനോഹരമായിട്ടുള്ള മന്ത്രമാണ്. യദിദം കിഞ്ച ജഗത് സർവം പ്രാണ ഏജതി നിസൃതം മഹദ്ഭയം വജ്രമുദ്യതം യ ഏതത് വിദുരമൃതാസ്തേ ഭവന്തി. യദിദം കിഞ്ച ജഗത് സർവം പ്രാണ ഏജതി നിസൃതം മഹദ്ഭയം വജ്രമുദ്യതം യ ഏതത് വിദുരമൃതാസ്തേ ഭവന്തി. യദിദം കിഞ്ച ജഗത് സർവം, ഇതം ജഗത് യത് കിഞ്ച തത് സർവം. നമ്മൾ ഈശാവാസ്യത്തിൽ ഇതിന്റെ സമാനമായതാണ്. ജഗത്യാം ജഗത് യത് സർവം, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. അത് തന്നെ. ഇതം ജഗത് യത് കിഞ്ച തത് സർവം. ഈ ജഗത്ത്, ജഗത് എന്ന് പറയുമ്പോൾ ജായതേ ഗച്ഛതി തിഷ്ഠതി, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്, മാറ്റത്തിന് വിധേയമായിട്ടുള്ള. യത് കിംച, യാതൊന്നുണ്ടോ, തത് സർവം, അതെല്ലാം തന്നെ പ്രാണേ, പ്രാണനിൽ, നിസൃതം ഏജതി, പ്രാണനിലൂടെ പുറപ്പെട്ട്, പ്രാണനിൽ നിന്ന് പുറപ്പെട്ട് അത് ഏജതി. ഏജതി എന്ന് പറഞ്ഞാൽ ചലിക്കുന്നു. അതും ഈശാവാസ്യത്തിൽ ആ ശബ്ദം നമ്മൾ പഠിച്ചിട്ടുള്ള. തദേജതി നജതി തന്നേജതി, അതിളകുന്നു, ചലിക്കുന്നു, ചലിക്കുന്നില്ല. അപ്പൊ ഇതൊരു സയൻസാണ്. ഉപനിഷത്ത് മുന്നിലേക്ക് വെക്കുന്ന അതിഗംഭീരമായിട്ടുള്ള അവരുടെ എന്താ പറയാ, കണ്ടെത്തലാണ്. എന്താണ് ഈ കണ്ടെത്തൽ? അതായത് ബോധത്തിലെ, ആത്മാവിലെ സ്പന്ദനം, ചലനം എന്ന് പറയുന്നത് പ്രാണനിലൂടെയാണ് സംഭവിക്കുന്നത്. നമ്മളിലും അത് പ്രാണസ്പന്ദനമാണ് കർമ്മത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ, ചലനത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അല്ലെങ്കിൽ ആരംഭം പ്രാണനിലാണ്. ഏജതി, ആ വാക്ക് തന്നെ നോക്കൂ. പ്രാണേ നിസൃതം ഏജതി. അത് പ്രാണന്റെ ചലനത്തിലൂടെ, പ്രാണനിലൂടെ അത് പ്രകടമാകും. എല്ലാറ്റിലും അതുകൊണ്ടാണ് ഈ പ്രാണി എന്ന് പറയുന്നത്. പ്രാണനെ ധരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. നമ്മൾ മാത്രമല്ല, സകലതും പ്രാണികളാണ്. ഈ എഴഞ്ഞു പോണത് മാത്രമല്ല പ്രാണി എന്ന് പറഞ്ഞാൽ. പ്രാണിവർഗം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിൽ പെടുന്നതാണ്. പ്രാണനെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വൃക്ഷങ്ങളൊക്കെ പ്രാണനെ ധരിച്ചിട്ടുണ്ട്. ഈ വൃക്ഷങ്ങൾക്ക് ജീവനുണ്ട് എന്ന് ജെ.സി. ബോസ് പറയുമ്പം അയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞതല്ലേ? പൗരസ്ത്യ ശാസ്ത്രലോകം, പാശ്ചാത്യം, പൗരസ്ത്യല്ല പാശ്ചാത്യം. ജെ.സി. ബോസ് വൃക്ഷങ്ങൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞ ഏത് കാലത്താന്ന് നമുക്കറിയാലോ. അതിനൊക്കെ എത്രയോ മുമ്പ് ഈ ഉപനിഷത്തുകളിലൊക്കെ വരുമ്പം മഹാന്യഗ്രോധ എന്ന് പറയും. ഈ മഹാനായ വൃക്ഷം,
ആ വൃക്ഷത്തിന്റെ തത്വമസി ചാന്തോക്യം പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും. ചാന്തോക്യം മുഴുവൻ എക്സ്പെരിമെന്റ് ആണ്, മുഴുവൻ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളാണ്. 9 ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ. അപ്പോ നിസ്സൃതം ഏജതി, അതിൽ പ്രാണനിൽ ആണ് ഈ ചലനങ്ങളെല്ലാം പുറപ്പെടുന്നത്. എല്ലാ ചലനങ്ങൾക്കും നിദാനമായിട്ടുള്ളത്, ആശ്രയമായിട്ടുള്ളത് ബോധത്തിൽ, ആത്മാവിൽ പ്രകടമാകുക, ചലനം പ്രകടമാകുന്നത് ഈ പ്രാണനിലൂടെയാണ്. മഹത് ഭയം ഉദ്യതം വജ്രം, അത് ഏതുപോലെയാണെന്ന് പറയുക. ഇതൊരു ഉപമയാണ്. ഒരു വലിയ വാള്, വജ്രായുധം, വജ്രം അങ്ങനെ എടുത്ത് ഓങ്ങി നിന്ന് ഒരാളെ പണിയെടുപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇവനെ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ വെട്ടുന്നുള്ള മട്ടിൽ അപ്പൊ ഇവൻ പണിയെടുത്തോളുമല്ലോ. അങ്ങനെ ഉദ്യതം വജ്രം, അങ്ങനെ ഒരാള് പിറകിൽ നിന്ന് വലിയ വാളോങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വാളോങ്ങി നിൽക്കുമ്പോൾ അവന് പണിയെടുക്കാൻ എന്താ പറയാ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല, എടുത്തോളൂ തന്നെ. ഏതത് ഏ വിധു, ഇങ്ങനെ ഇതിനെ ആരാണ് അറിയുന്നത്? തേ അമൃതാ ഭവന്തി, അവർ അമൃതന്മാരായിത്തീരുന്നു. ഇനി ഇതിനെ ഭയന്ന്, ഈ വജ്രം ഓങ്ങി നിൽക്കുന്ന ബ്രഹ്മത്തെ ഭയന്ന്, അങ്ങനെ വജ്രം ഓങ്ങി ബ്രഹ്മം നിൽക്കുന്നൊന്നുമില്ല എന്ന കണക്ക് ഒരു പണ്ട് കാലത്തെ ഉദാഹരണങ്ങളാണല്ലോ. ആളുകളെയൊക്കെ പണിയെടുപ്പിക്കുന്നത് അങ്ങനെയാണ് എന്നതുപോലെ എന്ന് പറഞ്ഞിട്ടോ. ഇനി ഇവിടെ ആരൊക്കെയാണ് ഇങ്ങനെ ഭയന്ന് പണിയെടുക്കുന്നത്? തൈത്തിരീയത്തിലും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഭയാദസ്യാഗ്നിസ്തപതി, ഭയാത് തപതി സൂര്യ, ഭയാത് ഇന്ദ്രശ്ച വായുശ്ച, മൃത്യു ധാവത പഞ്ചമ ഇതി. മൃത്യു ധാവത പഞ്ചമ ഇതി എന്നത് തൈത്തിരീയത്തിൽ നിന്ന് കയറി വന്ന. അവിടെ എങ്ങനെയാണെന്നറിയൂ, ഭീഷാസ്മാദ് വാദപ്പവതേ ഭീഷോദേതി സൂര്യ, ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച, മൃത്യു ധാവത പഞ്ചമ ഇതി. അത് തന്നെ, ചെറിയ ശബ്ദത്തിന്റെ അർത്ഥത്തിൽ മാറ്റമൊന്നുമില്ല. ഒരാൾ ഒന്ന് പ്രയോഗിക്കുമ്പം വേറൊരാൾ വേറൊരു സമാനമായിട്ടുള്ള മറ്റൊരു ശബ്ദം ഋഷി പ്രയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഭീഷാസ്മാദ് വാദപ്പവതെ, ഭീഷ എന്നാണ് ഭയത്തിന് അർത്ഥം പറഞ്ഞത്. ഭയന്നിട്ട് ഭീഷാസ്മാദ് വാദപ്പവതെ, കാറ്റടിക്കുന്നു. ഇവിടെ ഭയാദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. എന്താണ്? അസ്യ ഇവനെ പറ്റി, ബോധത്തെ, ആത്മാവിനെ, അസ്യ ഭയാത്, അതിനെ ഭയന്നിട്ട്, അഗ്നി തപതി, അഗ്നി തപിക്കുന്നു. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ ഈ വാളോങ്ങി നിൽക്കുന്ന ഒരാള്, നിങ്ങൾ അഗ്നി ഇങ്ങനെ ജ്വലിക്കുമ്പോൾ അഗ്നിക്ക് വേറെ എന്താണ്? ജ്വലിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം വാളോങ്ങിയ ഒരാൾ നിൽക്കുന്നുണ്ട്. അസ്യ ഭയാത് സൂര്യ തപതി, സൂര്യന് തപിക്കാതിരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? സാധിക്കില്ല. വാളോങ്ങിയ ഒരാള് നിൽക്കുകയാണ്, സൂര്യനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അസ്യ ഭയാത് ഇന്ദ്രഹ, ഇന്ദ്രനും, വായുവും, പഞ്ചമ മൃത്യു ധാവതി, മൃത്യു ഓടിക്കൊണ്ട് പണിയെടുക്കും. ഓട്ടാണ് ഇവരൊക്കെ ഓരോരുത്തരും. ഇഹചേതശഗ്ദ് ബോഗ്ധും പ്രാക് ശരീരസ്യ വിസ്രസഃ, തത സർഗേഷു ലോകേഷു ശരീരത്വായ കൽപ്പതേ. ഇഹചേതശഗത് ബോദ്ധും പ്രാക് ശരീരസ്യ വിസ്രസഃ, തത സർഗേഷു ലോകേഷു ശരീരത്വായ കൽപ്പതേ. ശരീരസ്യ വിസ്രസഃ പ്രാക് ഇവ, ശരീരത്തിന്റെ നാശത്തിന്, ഇതും വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ്. ശരീരത്തിന്റെ നാശത്തിന് മുൻപേ നമുക്ക് മരണം ഉണ്ടാവും. മരണത്തിന് മുമ്പേ എന്ത് വേണം? ഇഹ ബോദ്ധും, ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് ബോദ്ധും, അറിയുന്നതിന്. എന്തിനെ? ആത്മാവിനെ, ബോധത്തെ, ബ്രഹ്മത്തെ അറിയുന്നതിന്. അശകത്ത് ചെയ്ത്
കഴിഞ്ഞു എങ്കിൽ നമ്മൾ എന്തായി? അധമുച്യതേ, അതുകൊണ്ട് സ്വതന്ത്രനാകുന്നു. ഇതിന്റെ മറ്റൊരു വിധത്തിലാണ് കേനത്തിൽ പറഞ്ഞത്. എന്താണ്? ഇഹ ചേതവേദീത് അധസത്യമസ്തി ന ചേതിഹാവേദീത് മഹദീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഹ പ്രത്യസ്മാ ലോകാത് അമൃതാ ഭവന്തി. ഇഹ, ഇവിടെ, ഇപ്പം, ചേത്, അവേദീത്, അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നു എങ്കിൽ അത് സത്യമസ്തി, എങ്കിൽ സത്യമുണ്ട്. ഇല്ലെങ്കിലോ മഹദീ വിനഷ്ടി. അപ്പോ ഒരാൾ കണ്ടെത്തുന്നത് എങ്ങനെയാ? ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീര, ധീരനായിട്ടുള്ളവൻ സമസ്ത പ്രപഞ്ച ഘടകങ്ങളെയും വിചിന്തനം ചെയ്ത് അമൃതാ ഭവന്തി, മരണമില്ലായ്മയാകുന്ന ആ സത്യത്തെ പ്രാപിക്കുന്നു. ഇവിടെയും ശരീരസ്യ വിസ്രസഃ പ്രാഗ് ഇവ ബോധം അശകച്ചേത്, കഴിഞ്ഞു എങ്കിൽ അശകത്ത് ചെയ്ത് മുക്തനാവും, മോചിതനാകും. അല്ലെങ്കിലോ ന ചെയ്ത്, അല്ല എങ്കിലോ സർഗേഷു ലോകേഷു, സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, ഈ ഇങ്ങനെയുള്ള സൃഷ്ടികളിൽ പലതിലും അതിൽപ്പെട്ട് ശരീരത്വായ കൽപ്പതേ, വീണ്ടും ശരീരഗ്രഹണത്തിന്, ശരീരത്തെ തന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതിന് കാരണമായിത്തീരും. ഇതില് ഒരു സംശയം ചോദിക്കേണ്ട നമ്മുടെ ക്ലാസ്സിൽ. എന്താണ് സംശയം എന്നാണെങ്കിൽ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഇപ്പോ മോക്ഷം മോക്ഷം കിട്ടിയാൽ പിന്നെ ഇതെവിടെ തന്നെ പറയണു, കഴിഞ്ഞുവെങ്കിൽ മുക്തനാകും, മുച്യത, മുക്തനാകും. അല്ല എങ്കിലോ സർഗേഷു ലോകേഷു, വീണ്ടും ശരീരത്വായ, ശരീരത്തിന് കൽപ്പത, കാരണമായി, അതിൽ സുഖദുഃഖാദികളെ അനുഭവിക്കുന്നതിന് കാരണമായി തീരുന്നു. ആശയം വ്യക്തമായി ഒരാളെ സംബന്ധിച്ച്. പക്ഷെ അതിനെ കുറേയും കൂടെ ആഴത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. അതില്ലാത്ത പക്ഷം ഉണ്ടാവുന്ന ഒരു സംശയം എന്താണ്? ന്യായമായ സംശയം. ഈ മൊത്തം ജനസംഖ്യ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ എടുക്കുക, മൊത്തം ഇപ്പത്തെ കറണ്ട് സെൻസസ് എത്രയാണെന്ന് അറിയില്ല, നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തോ ആവട്ടെ, അതൊരു സംഖ്യ ആയിരിക്കും. ആ സംഖ്യയിൽ നിന്ന് നമുക്കൊരു അതിൻ്റെ ഒരു പകുതി ആളുകൾ സങ്കല്പിക്കാം, നമുക്ക് പകുതി ആളുകൾക്ക് മോക്ഷം കിട്ടിയെന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ അത്രയും ജനസംഖ്യ കുറയില്ലേ? കാരണം ഇവർക്ക് പിന്നെ ശരീരം ഇല്ലല്ലോ. ഇങ്ങനെയൊരു സംശയം സ്വാഭാവികമായിട്ടും തോന്നാം. അപ്പൊ ആ സംശയത്തിന്റെ ദൂരീകരണം എന്താണ്? ഒരു ന്യായമായിട്ടുള്ള സംശയമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ എന്ത് വേണം? ഒന്നുകൂടെ മനനം ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്താ മനനം ചെയ്യപ്പെടേണ്ടത്? മോക്ഷം എന്ന് പറയുന്നതിന് ഉദാഹരണം കൊണ്ടേ സാധിക്കുള്ളൂ. മുമ്പ് പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. മോക്ഷത്തിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഉദാഹരണം, ഒരു കുമിള, ജലകുമിള, ഞാൻ കുമിളയാണ് എന്ന് അത് വിചാരിക്കുമ്പോൾ അതിനൊരു രൂപമുണ്ട്. ഇനി അത് ഏതെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനൊരു ദേശവുമായിട്ടുള്ള ബന്ധമുണ്ട്. കാലം എന്ന് പറയുന്നത് അതിൻ്റെ ജനനവും ഇനി അതിൻ്റെ രൂപം കൈയൊഴിയുമ്പോൾ ഉള്ള മരണത്തിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ആയുസ്. ആ കുമിളയ്ക്ക് മോക്ഷം കിട്ടും. എന്താ കുമിളയുടെ മോക്ഷം? ഞാൻ ജലമാണ് എന്നത്. അപ്പൊ ജലമാണെന്ന് തിരിച്ചറിഞ്ഞ കുമിള പിന്നെ അത് തിരയുടെയും നുരയുടെയും പതയുടെയും ഒന്നും ഭാഗമാകുന്നില്ല എന്നാണോ? അല്ല. അതെന്താണ്?
സമഷ്ടിയുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കലാണ്. പിന്നെ അത് ശരീരം എടുക്കാം, എന്തൊക്കെയാവാം. പക്ഷെ അതിനെ സംബന്ധിച്ച് എന്താണ്, അതിൽ വർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ തിരയും നുരയും പതയുമായിട്ട് ഒരു അസോസിയേഷനും ഇല്ല. ആത്മാവ് ഏകമാണ്, പലതല്ല. നമ്മൾ വളരെ സട്ടിലായിട്ടുള്ളതാണ്. അതാ നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും സ്കിപ്പ് ചെയ്ത് പോകും. അപ്പൊ എന്താണെന്നറിയോ, ആത്മാവിനെ നമ്മൾ വേറിട്ട് കണ്ടതുകൊണ്ടാണ് ഇതിനെ ജനസംഖ്യയുമായി തുലനം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ചോദ്യം തെറ്റാണ്, പക്ഷെ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ ചോദ്യം ചോദിക്കാറുണ്ട് നമ്മുടെ ഗ്രൂപ്പ്. നമ്മൾ വിചാരിച്ചിരുന്നു എന്താ ആരും ഇത് ചോദിക്കാത്തത് എന്ന്. ചോദ്യം അയ്യോ പൊട്ടത്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചോദ്യം നമ്മൾ മനനം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെ മനനം ചെയ്ത് അത് സ്ഫുടമാകണം, പാകപ്പെടണം. അപ്പോൾ ആത്മാവ് പലതല്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ ജനസംഖ്യയുമായിട്ട് അതിനെ നമുക്ക് ബന്ധിപ്പിക്കേണ്ടതുള്ളൂ. ആത്മാവ് ഏകമാണ്.